വൈശാഖ പൗർണമിയിൽ കൂർമാവതാരം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാര കഥ കേട്ടാലോ ഇന്ന്. തപോധനനും ക്ഷിപ്രകോപിയുമായ ദുർവാസാവു മഹർഷി ഒരിക്കൽ സ്വർഗലോകം സന്ദർശിച്ചപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശിഷ്ടമായ ഒരു ഹാരം ദേവേന്ദ്രന് സമ്മാനിച്ചു. ഇന്ദ്രനത് നിസാരമായി കണ്ട് തൻ്റെ വാഹനമായ ഐരാവതത്തിന്റെ ശിരസിൽ വെച്ചു. മാലയുടെ സുഗന്ധം മൂലം ധാരാളം പ്രാണികൾ, തേനീച്ചകൾ തുടങ്ങിയവ ചുറ്റും പറ്റിക്കൂടിയപ്പോൾ അതിൽ അസ്വസ്ഥത പൂണ്ട് ഐരാവതം മാല കുടഞ്ഞ് നിലത്തിട്ട് ചവിട്ടിയരച്ചു. താൻ വളരെ ആദരവോടെ നൽകിയ സമ്മാനത്തെ ഇത്തരത്തിൽ നിന്ദിച്ചത് കണ്ട് കോപിച്ച ദുർവാസാവു മഹർഷി ദേവേന്ദ്രനെ ശപിച്ചു. സുഖഭോഗങ്ങളിൽ മത്തരായ ദേവന്മാരുടെ എല്ലാ ഐശ്വര്യങ്ങളും സൗന്ദര്യവും ആരോഗ്യവും ക്ഷയിക്കട്ടെ എന്നായിരുന്നു ശാപം. ഈ ശാപം മൂലം ദേവന്മാരുടെ എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതായി. അവർക്ക് ജരാനര ബാധിച്ചു. മാപ്പിരുന്ന ഇന്ദ്രന് കോപം ശമിച്ചപ്പോൾ മഹർഷി ശാപമോക്ഷവും നൽകി. പാലാഴി കടഞ്ഞ് അമൃത് സേവിക്കുക എന്നതായിരുന്നു ശാപമോക്ഷ പരിഹാരം. പാലാഴിയിൽ മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി കടച്ചിൽ തുടങ്ങി. ഈ സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് താണു പോകാൻ തുടങ്ങി. എല്ലാവരും നിരാശരായപ്പോൾ സർവ്വവ്യാപിയായ മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് മന്ദരപർവ്വതത്തിന്റെ അടിയിലെത്തി അതിനെ മേൽപോട്ടുയർത്തി. ഇങ്ങനെ ആമയുടെ രൂപം സ്വീകരിച്ച് ഭഗവാൻ ചെയ്ത ലീലയാണ് കൂർമാവതാരം. ആമ എന്നതിന്റെ സംസ്കൃതമാണ് കൂർമ്മം. വൈശാഖ മാസത്തിലെ പൗർണമി ദിവസമാണ് കൂർമ്മ ജയന്തിയായി ആഘോഷിക്കുന്നത്. കൂർമ്മ അവതാരത്തിന്റെ പ്രതീകാത്മക തത്വം കൃത്യവും വ്യക്തവുമായ ലക്ഷ്യം വെച്ച് നിശ്ചയദാർഢ്യത്തോടെ ഒത്തൊരുമയോടെ ചെയ്യുന്ന ഏതു കാര്യത്തിലും ജഗദീശ്വരന്റെ സഹായമുണ്ടാകുമെന്നാണ്. ദേവന്മാരും അസുരന്മാരുമെല്ലാം അമൃത് നേടുക എന്ന ഒരേയൊരു ലക്ഷ്യം വെച്ച് അന്നുവരെയില്ലാത്ത ഒത്തൊരുമയോടെയാണ് പാലാഴി മദനത്തിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ പരാജയം സംഭവിക്കുന്ന ഘട്ടത്തിൽ ഭഗവാൻ സഹായിക്കാനും എത്തി. ഇത് മനുഷ്യർക്ക് കൂടിയുള്ള സന്ദേശമാണ്. നമ്മുടെ കർത്തവ്യം കൃത്യമായി ചെയ്യുക. പരാജയമുണ്ടാകാതെ ഭഗവാൻ പ്രശ്നം പരിഹരിക്കും.